ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് കക്ക കിട്ടിയിട്ടുണ്ട്. ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കക്ക ഇറച്ചി എന്നാണ് പറയുന്നത്. ഇപ്പോൾ തോടുള്ളതായതുകൊണ്ട് തന്നെ നല്ലപോലെ ഇത് കഴുകി വൃത്തിയാക്കണം. ഇത് കഴുകി വൃത്തിയാക്കുകയാണ്. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ കഴുകണം. നല്ല ഇളക്കി കൈയിട്ട് നല്ല രീതിയിൽ ഇളക്കി ഇളക്കി കഴുകണം. ഇതിൽ അഴുക്ക് കാണും. അപ്പോൾ നല്ലപോലെ ഇത് കഴുകി വൃത്തിയാക്കുകയാണ്. 2-3 തവണയെങ്കിലും നമ്മളിത് നല്ലപോലെ കഴുകണം. അപ്പം നമ്മളിത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ കഴുകി വൃത്തിയാക്കിയ കക്ക നമുക്കിനി അടുപ്പിൽ വെച്ച് ചൂട് കയറ്റണം. ചൂട് കയറ്റുന്നത് ഇതിൻ്റെ വാ പൊളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കേണ്ട ഒരു കാര്യമില്ല. ഓൾറെഡി കക്കയ്ക്കകത്ത് തന്നെ കുറച്ച് വെള്ളമുണ്ട്. അതുകൊണ്ട് നമ്മളിത് ജസ്റ്റ് അടുപ്പിൽ വെച്ച് ചൂടാക്കിയാൽ മതി. അടുപ്പിൽ വെച്ചൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ നമ്മളിതൊന്ന് പൊക്കി തട്ടി കൊടുക്കണം. എന്നാലേ മുകളിൽ കിടക്കുന്നതൊക്കെ അടിയിലോട്ട് പോയി ഇത് മൊത്തത്തിൽ വാ തുറക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ചിലതൊക്കെ ഇങ്ങനെ വാ തുറക്കാതെ തന്നെ കിടക്കും. ഇതിപ്പോൾ എത്ര ചൂട് കയറ്റിയാലും കുറച്ചൊക്കെ ഇങ്ങനെ വാ തുറക്കാതെ കിടക്കും. നമ്മൾ ഒന്നുകൂടി ചൂടാക്കേണ്ടി വരും. ഇതിപ്പോൾ എല്ലാം ഏകദേശം വായൊന്ന് തുറന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ആവിയും വരുന്നുണ്ട്. ആ ഒരു കക്കയിറച്ചി വെന്ത ഒരു മണമൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം എല്ലാത്തിൻ്റെയും വാ തുറന്നിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം നിങ്ങൾക്ക് അടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇത് തുറന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇരിക്കുന്നതാണ് ഈ കക്കയിറച്ചി എന്ന് പറയുന്നത്. നമ്മൾ ഇതുകൊണ്ടാണ് തോരൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇത് നമ്മളിനി പുറത്ത് കൊണ്ടുപോയി വൃത്തിയാക്കി എടുക്കണം. ഈ തോടിയിൽ നിന്ന് ഇത് മാംസം എല്ലാം വേർതിരിച്ചെടുക്കണം. അത് കുറച്ച് നേരം പിടിക്കും. കാരണം ഇത്രയും ഇതിൽ നിന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ട്. പക്ഷേ ഇത്രയും തോട് കണ്ടുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇത്രയും കാണുമെന്ന്. പക്ഷേ ഇളക്കി വരുമ്പോഴത്തേക്ക് മാംസം കുറച്ചേ കാണത്തുള്ളൂ. അങ്ങനെ ഞാനും അമ്മയും കൂടി സൈഡിലോട്ടിരുന്ന് ഓരോന്നായിട്ട് ഞങ്ങൾ ഇളക്കാൻ തുടങ്ങി. ഞങ്ങൾ ഓരോ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇളക്കുകയാണ്. ഇതിപ്പോൾ ഇളക്കി വരുമ്പോഴത്തേക്ക് കുറച്ചേ കാണത്തുള്ളൂ. തോട് വേറൊരു പാത്രത്തിലും മാംസം വേറൊരു പാത്രത്തിലുമാണ് നമ്മൾ സെപ്പറേറ്റ് ആക്കുന്നത്. അപ്പം ഇതെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ അതേ കക്കയിറച്ചി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയാണ് നമുക്ക് കക്കയിറച്ചി കിട്ടിയേക്കുന്നത്. നമുക്കിനി തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ സവാളയും പച്ചമുളകും അരിഞ്ഞെടുക്കണം. സവാളയും പച്ചമുളകും അരിഞ്ഞെടുത്തതിന് ശേഷം തേങ്ങ തിരുവി വെളുത്തുള്ളിയും കുരുമുളകും ചേർത്ത് നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ മിക്സിയിലോട്ട് എടുക്കുകയാണ്. ആദ്യം തന്നെ വെളുത്തുള്ളിയും കുരുമുളകും ഇട്ടു. അതിനുശേഷം തേങ്ങയും കൂടി ഇട്ട് ഇത് നമ്മൾ അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ അങ്ങ് അരഞ്ഞങ്ങ് വരണ്ട. കാരണം തോരനായിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചതഞ്ഞാൽ മതി. ഇങ്ങനെ ഇപ്പോൾ തേങ്ങയെല്ലാം നമ്മൾ ഇടുകയാണ്. തേങ്ങയെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ പൊടികൾ ചേർക്കണം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു 1 സ്പൂൺ. അതിനുശേഷം 2 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. നമുക്കിവിടെ എരിവെല്ലാവരും അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് കുരുമുളകും മുളക് പൊടിയൊക്കെ ഇത്രയും തോനെ ഇടുന്നത് കേട്ടോ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി. അങ്ങനെ നമ്മൾ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ അടിച്ചത് ശേഷം വേണ്ട ഇതാണ് ഇങ്ങനെയാണ്. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. അതിനുശേഷം ഒരു പാൻ നമ്മൾ അടുപ്പിലോട്ട് വെച്ചിട്ട് കടുക് വറുക്കാനായിട്ടുള്ള എണ്ണ ഒഴിച്ച് കടുകിട്ട് വറ്റൽമുളകും പൊട്ടിച്ച് അതിനുശേഷം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളി അതിലോട്ടായിട്ട് തട്ടി കൊടുക്കണം. ഉള്ളി ജസ്റ്റ് തട്ടിക്കൊടുത്ത് ജസ്റ്റ് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. അത് ഉള്ളി പെട്ടെന്ന് വെന്ത് വരാനായിട്ടാണ് കേട്ടോ ഈ ഉപ്പ് ഇങ്ങനെ ഇടുന്നത്. അതെനിക്ക് അമ്മ പറഞ്ഞു തന്നൊരു പൊടിക്കൈയാണേ. അങ്ങനെ അതൊന്ന് വഴറ്റി നമ്മൾ എടുക്കുകയാണ്. വഴറ്റി നമ്മൾ എടുക്കും. ഉള്ളി ഇങ്ങനെ ഒരു ചെറിയൊരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് നമുക്ക് കക്കയിറച്ചി അതിലോട്ട് തട്ടിയിട്ട് കൊടുക്കാം. കക്കയിറച്ചി ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. നമ്മൾ ഈ കക്ക ജസ്റ്റ് ആ മാംസം ഇളക്കി വരുന്നൊരു പാടേ ഉള്ളൂ. അല്ലാതെ നമുക്കിത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. തോടുള്ള കക്ക പ്രത്യേകിച്ച് നല്ല ടേസ്റ്റാണ്. കാരണം ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതല്ലേ, നല്ല ടേസ്റ്റാണ്. അതിനുശേഷം നമ്മൾ ഈ ചതച്ച് വെച്ച അരപ്പ് നമുക്ക് തട്ടി കൊടുക്കാം. തട്ടി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളതൊന്ന് മിക്സ് ചെയ്യാം. ആ അരപ്പും കക്കയിറച്ചിയായിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യണം. നമ്മൾ നല്ലപോലെ ആ മാംസത്തിലോട്ടൊക്കെ അരപ്പൊന്ന് ചെല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലപോലെ സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇടുമ്പോൾ നമുക്ക് നോക്കിയിടണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഉള്ളിക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതിയാവും. ഉപ്പിട്ടിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പും അരപ്പും എല്ലാം കക്കയിറച്ചിയിലോ ഉള്ളിയിലോ ഒക്കെ ഒന്ന് പറ്റാനായിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായ മസാലപ്പൊടി നമ്മളിപ്പോൾ ഇവിടെ ഗരം മസാലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മസാലപ്പൊടി നമുക്കിങ്ങനെ ജസ്റ്റ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മസാല ഇട്ടാൽ മതിയാവും. നല്ല മണത്തിനും ടേസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ടാണ് മസാല ഇടുന്നത്. അങ്ങനെ മസാല ഇട്ട് ജസ്റ്റ് ഒന്ന് തട്ടിപ്പൊത്തി വെക്കണം. ഇതേപോലെ ഇളക്കി നല്ല രീതിയിലൊന്ന് തട്ടിപ്പൊത്തി വെച്ച് അടച്ച് വെച്ച് ആവി കയറ്റണം. ആവി കയറ്റി ഇത് നല്ലപോലെ വെന്ത് വരണം. ആവി കയറ്റി നല്ലപോലെ വെന്ത് വരുമ്പോഴത്തേക്ക് നല്ല മണം കിട്ടും നമുക്ക്. ഇതൊരു ഒന്നാമതൊന്ന് വെന്ത മാംസമാണല്ലോ. കുറച്ച് നമ്മൾ മറ്റേ പൊളിക്കാൻ വേണ്ടിയിട്ടൊരു വെന്ത മാംസമായിട്ട് തന്നെ ആ ഒരു മണം നമുക്ക് നല്ല രീതിയിൽ കിട്ടും. അപ്പം നമ്മളിത് ജസ്റ്റ് അടച്ച് വെച്ചൊന്ന് വേവിക്കുക. അതിനുശേഷം കക്കയിറച്ചി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിത് ആ പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. പ്ലേറ്റിലോട്ട് ഇതേ കോരിയിട്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് നമ്മളിത് പ്ലേറ്റിലേക്ക് വെച്ച ഒരു ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളൊന്ന് ഗാർണിഷൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.